ഗൈസ് അങ്ങനെ ഫൈനലി നമുക്ക് സെബ്രോണിക്സിന്റെ ഒരു സ്വീറ്റ് സ്പോട്ടിലുള്ള ഒരു സ്പീക്കർ നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇതാണ് സെബ്രോണിക്സിന്റെ മ്യൂസിക് ബോംബ് 2 എന്ന് പറയുന്ന ഒരു സ്പീക്കർ. ഈ ഒരു സ്പീക്കറിൽ നമുക്ക് കരോക്കെ ഫംഗ്ഷൻ അതുപോലത്തെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് ഇൻട്രോഡക്ടറി പ്രൈസ് ആയിട്ടുള്ള 6999 രൂപയ്ക്കാണ്. ഇതിനകത്ത് വരുന്നത് 80 വാട്ട്സിന്റെ RMS സ്പീക്കേഴ്സും സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു സ്പീക്കറിനെ പറ്റിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാം. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു പാക്കേജിംഗ് എന്ന് പറയുന്നത്. വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ളൊരു പാക്കേജിംഗ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. സോ ഇത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കാം ഒരു തെർമോക്കോൾ പോലത്തെ ഒരു സാധനത്തിനകത്ത് നമുക്ക് മൊത്തം ഇതിൻ്റെ ആക്സറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഈ ഒരു ആക്സറീസിലേക്ക് ഞാൻ ആദ്യം തന്നെ കിടക്കാം. അപ്പോൾ ഇതിനകത്താണ് ആക്സറീസും കാര്യങ്ങളും കിട്ടുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മ്യൂസിക് ബോക്സ് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രാപ്പ് ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ ഇങ്ങനെ തന്നെ വെക്കുകയാണ്. നമുക്ക് സ്പീക്കർ എടുക്കുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ തന്നെ നിങ്ങൾക്ക് Type-C പോർട്ട് കാണാൻ പറ്റും, ചാർജ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ലൊരു വലിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഒരുപാടധികം കരോക്കെ ഫംഗ്ഷനിൽ തന്നെ പിച്ച് മാറ്റാനും എക്കോ മാറ്റാനുമുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഈ ഒരു മൈക്കിൽ തന്നെ വരുന്നുണ്ട്. അഡീഷണലി ഒരു Type-C കേബിളൂടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഓക്സ് കേബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ മൾട്ടി പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു റിമോട്ട് കൺട്രോളറും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്പീക്കർ തന്നെയാണ് കേട്ടോ. അഡീഷണൽ ആക്സറീസും കാര്യങ്ങളൊന്നും അതിനകത്തില്ല. ആകെ ഉള്ളതൊരു വാറൻറ്റി കാർഡ് മാത്രമാണ്. സോ ഇതാണ് നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത്. നല്ല ഹെവിയാണ് കേട്ടോ, അത്യാവശ്യം ഹെവിയാണ്. സോ ആ ഒരു സ്ട്രാപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. എന്തെങ്കിലും ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ആ ഒരു സ്ട്രാപ്പ് ഉള്ളത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. സോ ഗൈസ് ഇതാണ് നമ്മുടെ സെബ്രോണിക്സിൻ്റെ മ്യൂസിക് ബോംബ് 2 എന്ന് പറയുന്നത്. മുൻവശത്തായിട്ട് സെബ്രോണിക്സിൻ്റെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ്സ് എ പെയിൻ ലൈക്ക് ബ്രാൻഡിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്രിൽ എന്ന് പറയുന്നത് വളരെയധികം ഫ്ലാറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ പിൻവശവും ഫ്ലാറ്റ് ആയിട്ടുള്ള ഗ്രില്ലുകളാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഈ ഒരു 80 MS RMS ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 സ്പീക്കർ ഫ്രണ്ട് 40 സ്പീക്കർ ബാക്ക്. സോ അങ്ങനെ ഒരു ഔട്ട്പുട്ടാണ്. സോ നമുക്ക് ഏത് വശത്തേക്ക് വെച്ച് കഴിഞ്ഞാലും ആ ഒരു ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി കുറയില്ലെന്നുള്ളത്. സോ നമ്മളിത് ഒരു സാധനം വയ്ക്കുന്നു, ഇതിൻ്റെ പിന്നിലിരിക്കുന്ന ആൾക്കും മുന്നിലിരിക്കുന്ന ആൾക്കും ഒരേപോലെ കേൾക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ ഒരു സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടോപ്പ് ഭാഗത്തേക്ക് പോകാം. ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വോയിസ് കൺട്രോളർ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ബേസ് കൺട്രോളറും നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ TWS ഫംഗ്ഷനുണ്ട്. TWS ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു സ്പീക്കറോട് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ഒരു സ്റ്റീരിയോ എഫക്റ്റിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്. സോ സൈമൾട്ടേനിയസ്ലി രണ്ടും ഒരേ സമയം നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കും. ഇവിടെ ആയിട്ടൊരു മൈക്ക് പ്രയോറിറ്റി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. മൈക്കിലൂടെ സംസാരിക്കുന്ന സമയത്ത് മൈക്കിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക. സോ മൈക്കിൻ്റെ വോയിസ് ആയിരിക്കും നമുക്ക് കേൾക്കാൻ സാധിക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ മ്യൂസിക് വല്ല ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഡിമ്മായിട്ടായിരിക്കും കേൾക്കുന്നത്. സോ ഇവിടെ ആയിട്ട് പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് നെക്സ്റ്റ് അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഏകദേശം 10 മണിക്കൂറാണ് ഇതിൻ്റെ ബാക്കപ്പ് എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു ചാർജിങ് ഇൻഡിക്കേറ്റർ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. TWSൻ്റെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബ്ലൂടൂത്ത് വെച്ച് പെയർ ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിൻവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് നമ്മുടെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വരുന്നത്. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് 6.5 mm ഗിറ്റാർ ഇൻപുട്ട് അതുപോലെ തന്നെ മൈക്ക് ഇൻപുട്ടുകൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ 3.5 mm ജാക്കുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനുണ്ട്. ലൈക്ക് ഓക്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ സാധിക്കാം. SD കാർഡ് ഇടാനുള്ള ഓപ്ഷനുണ്ട്. 32 GB വരെയുള്ള SD കാർഡ് USB ഫംഗ്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുക. സോ അഡീഷണലി ഒരു Type-C പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്കിത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. സോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സെബ്രോണിക്സിൻ്റെ മ്യൂസിക് ബോംബ് 2 കിട്ടുന്നുണ്ട്. മുകളിലായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്ട്രാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രാപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു മൗണ്ട് ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡുകളിലും കുറച്ചുകൂടെ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള പാനൽസ് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു കൂൾ ലുക്കിംഗ് ഫാക്ടർ സെബ്രോണിക്സ് ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സോ ഇവിടെ ആയിട്ട് നമുക്ക് വളരെ ടഫായിട്ടുള്ളൊരു സ്പീക്കറായിട്ടാണ് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നത്. നല്ല ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യും. ഇതിനെ കാണുന്ന പോലുള്ളൊരു ഹെവിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതോടൊപ്പം തന്നെ വളരെ ഒരു ടഫ് ലുക്കിംഗ് ഫാക്ടറായിട്ടാണ് സെബ്രോണിക്സ് ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഗൈസ് ഓൾറെഡി ഞാൻ ഇതിന് 80 വാട്ട്സിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ മുൻവശത്തായിട്ട് 2 സ്പീക്കറുകൾ കൊടുത്തിട്ടുണ്ട്, പിൻവശത്തായിട്ട് 2 സ്പീക്കറുകൾ കൊടുത്തിട്ടുണ്ട്. സോ ഓൾ ടുഗദർ നമുക്ക് 4 സ്പീക്കേഴ്സാണ് കിട്ടുന്നത്. 20 വാട്ട്സിൻ്റെ 4 സ്പീക്കേഴ്സ് കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഈ ഒരു 80 വാട്ട്സിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഈ ഒരു 80 വാട്ട്സിൻ്റെ ഔട്ട്പുട്ടിൽ ഓരോ സ്പീക്കറിൻ്റെയും ഡ്രൈവർ സൈസ് എന്ന് പറയുന്നത് 7.6 സെൻറ്റിമീറ്റർ എന്നുള്ളൊരു ഡ്രൈവർ സൈസിലാണ് നമുക്ക് 4 സ്പീക്കേഴ്സും കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇമ്പീഡൻസ് റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്പീക്കറിന് 4 ohms വെച്ചിട്ടാണ്. സോ ഫ്രണ്ടിലിരിക്കുന്ന 2 സ്പീക്കേഴ്സിനും 4 വെച്ചിട്ട് 8 ohms, ബാക്കിലിരിക്കുന്ന 2നും 8 ohms. സോ ഓൾ ടുഗദർ നമുക്ക് 12 ohmsൻ്റെ അല്ലെങ്കിൽ 12 ohmsൻ്റെ ഒരു ഇമ്പീഡൻസ് റേറ്റിംഗ് ആണ് ഈ സ്പീക്കറുകൾക്ക് സെബ്രോണിക്സ് കൊടുത്തിട്ടുള്ളത്. ഓൾ ടുഗദർ ഈ 4 സ്പീക്കേഴ്സും ഇതിൻ്റെ ബാറ്ററി മറ്റു കാര്യങ്ങളെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കും ഇതിന് 3.5 കിലോയോളം
ഭാരം വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് സ്ട്രാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് ഇത് കൊണ്ട് നടക്കാമെന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമാണ്. സോ ഇതിൻ്റെ ബേസിക്കലി ഇതിൻ്റെ വോളിയം റേഞ്ച് എന്നൊക്കെ പറയുന്നത് നമുക്ക് 20 കിലോ ഹെർട്സ് മുതൽ 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ്. സോ നോർമൽ ഹ്യൂമൻ ബീയിങ്സിന് കേൾക്കാൻ പറ്റുന്ന ആ ഒരു ഫ്രീക്വൻസി റേഞ്ചിൽ തന്നെയാണ് കിട്ടുന്നത്. ഇനി എന്തായാലും ഞാൻ ഇതിൻ്റെ ഒരു ക്വാളിറ്റി, ഐ മീൻ ദ സൗണ്ട് ലെവൽസ്, ആക്ച്വലി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഈ ഒരു മൈക്കിൽ കൂടെ ഇതിൻ്റെ വോളിയം ലെവൽസ് അറിയണമെന്നില്ല. ഏകദേശം നിങ്ങൾക്ക് 58, അതാണ് ബെയർ മിനിമം ആയിട്ടുള്ളത്. സോ 58 ഡെസിബൽസ് ആയിരിക്കും ബെയർ മിനിമം ആയിട്ട് കേൾക്കാൻ പറ്റുന്നത്. സോ അതിനനുസരിച്ച് നമ്മൾ ഇരിക്കുന്ന എൻവയോൺമെൻറ്റ് അനുസരിച്ച് പലതരത്തിലും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. സോ ഹൗ മച്ച് ഡെസിബിൾസിൽ വരുന്നുണ്ടെന്നുള്ളതും കൂടെ നമുക്ക് എന്തായാലും ചെക്ക് ചെയ്യാം. എന്തായാലും ഞാൻ വോളിയം അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ആ ഒരു മ്യൂസിക്കിൻ്റെ ഐഡിയ കിട്ടും, സോ വോളിയത്തിൻ്റെ ഐഡിയ കിട്ടും. സോ ലെറ്റ്സ് ഗോ. Ai miei genitori non gli è mai mancato il pane, sanno che brillo anche senza collane. So this is Quando suono ti devasto il locale, magica bula scompari, versami un po' di Campari. സോ ഗൈസ്, ഈ ഒരു മൈക്കിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ പരിചയപ്പെട്ടിട്ടില്ല. ഇതിലൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ ആയിട്ട് നമ്മൾ എത്ര ഗിഗാഹെർട്സിലുള്ള ഒരു വൈഫൈയുമായിട്ടാണ് നമ്മളിത് കണക്ട് ചെയ്തിരിക്കുന്നത് കൊടുത്തിട്ടുണ്ട്. 2.4 ഗിഗാഹെർട്സിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ റേഞ്ചും കൊടുത്തിട്ടുണ്ട്. നമ്മൾ സിഗ്നൽ ടവറിൽ നിന്നൊക്കെ കിട്ടുന്ന പോലുള്ള ഒരു റേഞ്ച് നിങ്ങൾക്ക് അവിടെയായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ഒരു വശത്തായിട്ട് തന്നെ ബാറ്ററി ഇൻഡിക്കേഷനും കൊടുത്തിട്ടുണ്ട്. സോ ഒരു 25 ഇൻക്രിമെൻറ്റിൽ അല്ലെങ്കിൽ 30 ഇൻക്രിമെൻറ്റ് 35 ഇൻക്രിമെൻറ്റിലൊക്കെയാണ് ആ ഒരു ബാറ്ററി പെർസെൻറ്റേജ് കൊടുത്തിട്ടുള്ളത്. സോ ചാനൽ ബേസിസ് നമുക്ക് അറിയാൻ പറ്റും. സോ അഡീഷണൽ ആയിട്ടുള്ള മൈക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചാനൽസും കാണിക്കുന്നതായിരിക്കും. ഈ ഒരു മൈക്കിൽ തന്നെ 2-3 ഫീച്ചേഴ്സ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്കോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇൻഡോർ മോഡ്, ഔട്ട്ഡോർ മോഡ്, അങ്ങനത്തെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. മൈക്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ നമ്മളിപ്പോൾ നിലവിലിപ്പോൾ 1 ലെവലിലാണ് വെച്ചിരിക്കുന്നത്. 1 2 3 4 5. സോ അങ്ങനെ പല ലെവൽസിൽ നമുക്ക് ഇതിനകത്തുള്ള വോളിയവും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു മ്യൂസിക് ബോംബ് 2 എന്ന് പറയുന്ന ഈ ഒരു സ്പീക്കർ നിങ്ങൾക്ക് ഇൻട്രൊഡക്ടറി പ്രൈസിൽ നിങ്ങൾക്ക് 6999 എന്ന് പറയുന്ന ഒരു പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇത് ഇൻട്രൊഡക്ടറി പ്രൈസ് അവൈലബിൾ ആയിരിക്കുക സെബ്രോണിക്സിൻ്റെ വെബ്സൈറ്റിലായിരിക്കും. സോ അതിൻ്റെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഈ ഒരു സ്പീക്കർ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയും നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കാം. ഇതുപോലുള്ള ഒരുപാടധികം ഗാഡ്ജറ്റുകൾ നമ്മുടെ ചാനലിൽ സ്ഥിരം വരുന്നതാണ്. സോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൂടുതൽ ഗാഡ്ജറ്റുകളുമായിട്ട് വരുന്നത് വരെ ബൈ ഗൈസ്.